അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രേക്ഷകരെ, നമ്മൾ പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളിൽ നമ്മുടെ നോമ്പ് അനുഷ്ഠാനങ്ങളൊക്കെ കഴിഞ്ഞ് അള്ളാഹു നമുക്ക് അനുഗ്രഹമായി നൽകിയ പെരുന്നാളിൻ്റെ സുന്ദരമായ സുദിനത്തിലാണ്. ഈ സമയത്ത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും ഗൗരവമേറിയ, ഒരാളുടെ സ്വർഗവും ഒരാളുടെ നരകവും തീരുമാനിക്കപ്പെടുന്നതിലെ ഏറ്റവും നിർണായകമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള കാര്യമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ ഹത്താ ഇദാ ഫറഗ മിൻഹും ഖാമത്തിർ റഹം. അള്ളാഹു സൃഷ്ടികളെ പടച്ചു, എന്നിട്ട് അതിൽ നിന്ന് വിരമിച്ചപ്പോൾ കുടുംബബന്ധം എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ അള്ളാഹുവിനോട് പറഞ്ഞു: കുടുംബബന്ധം മുറിക്കുന്നതിൽ നിന്ന് നിന്നോട് ശരണം തേടുന്നവൻ്റെ സ്ഥാനമാണ് ഇത്. അള്ളാഹു പറഞ്ഞു: അതെ, നിന്നോട് ബന്ധം ചേർക്കുന്നവനോട് ഞാൻ ബന്ധം ചേർക്കുന്നതാണ്, നിന്നോട് ബന്ധം മുറിച്ചവനോട് ഞാൻ ബന്ധം മുറിക്കുന്നതാണ്. ഇത് നീ ഇഷ്ടപ്പെടുന്നില്ലേ? അപ്പോൾ കുടുംബബന്ധം പറയുകയാണ്, അതെ അതെ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, അത് നിനക്കുണ്ട്. പിന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു വചനം, സൂറത്തു 47 അധ്യായം, അതിൽ നിന്നുള്ള 22, 23 വചനങ്ങൾ: ഫഹൽ അസൈത്തും ഇൻ തവല്ലൈത്തും അൻ തുഫ്സിദു ഫിൽ അർളി വതുഖത്തഉ അർഹാമക്കും ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹു ഫഅസമ്മഹും വഅമ അബ്സ്വാറഹും എന്ന കുടുംബബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് പ്രത്യേകം പാരായണം ചെയ്യുകയും ചെയ്തു. ഇവിടെ ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബ ബന്ധം ചേർക്കുന്നതിനെ, അതിൻ്റെ ഗൗരവവും അതിൻ്റെ പ്രാധാന്യവുമാണ്. അള്ളാഹു പറഞ്ഞത്, നിന്നെ ചേർക്കുന്നവരോട് ഞാനും ചേർക്കും, നിന്നെ മുറിച്ച് കളയുന്നവരോട് ഞാനും മുറിച്ച് കളയും എന്നാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ കാലത്ത് ബന്ധങ്ങൾ വെറും ഫോണിലൂടെ മാത്രമാകുന്ന, അല്ലെങ്കിൽ വാട്സാപ്പിലെ മെസ്സേജുകൾ മാത്രമായി തീരുന്ന പുതിയ കാലത്ത് ഇസ്ലാം ബന്ധങ്ങൾക്കും കുടുംബ സന്ദർശനങ്ങൾക്കും കുടുംബബന്ധം ചേർക്കുന്നതിനും നൽകിയിട്ടുള്ള പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് വില കൊടുത്തും അത് സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കുമായിരുന്നു. നമുക്കറിയാം, നാളെ പരലോകത്ത് അള്ളാഹു നരകത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്ന സിറാത്തിലൂടെ വിശ്വാസികൾ സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ചിലർ അതിൽ നിന്ന് താഴെ, ആ സിറാത്തിൽ നിന്ന് താഴെ നരകത്തിലേക്ക് ചെന്ന് പതിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം ആരാണ്? കുടുംബബന്ധം മുറിച്ച് കളയുന്നവരാണ്. കുടുംബബന്ധം എന്തു വില കൊടുത്തും അത് സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യാനാണ് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അത് നിസ്സാര കാരണങ്ങൾക്കും നിസ്സാര കാരണങ്ങളും പറഞ്ഞ് ഈ ബന്ധങ്ങൾ അറുത്തു കളയുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ സ്വന്തം മാതാപിതാക്കളോടുള്ള ബന്ധങ്ങൾ പോലും വിച്ഛേദിക്കുന്ന, അല്ലെങ്കിൽ ഭാര്യയുടെ ഇഷ്ടത്തിനു വേണ്ടി ഉമ്മയെയും ഉപ്പയെയും അകറ്റുന്ന, അവരോടുള്ള ബന്ധം മുറിച്ചു കളയുന്ന, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തൃപ്തിക്കു വേണ്ടി ഉമ്മയോടും ഉപ്പയോടും സഹോദരങ്ങളോടുമുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന ആളുകളെ എമ്പാടും നമുക്ക് ഈ കാലത്ത് കാണാൻ പറ്റും. ഒരുപാട് നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കളെയൊക്കെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കി, ആ വൃദ്ധസദനങ്ങളിൽ നിന്ന് അവരുടെ വേദനിക്കുന്ന അനുഭവങ്ങളുടെയും അവരുടെ മക്കളെക്കുറിച്ച് ഓർക്കുന്ന അവരുടെ നെടുവീർപ്പുകളെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവന് ഈ ദുനിയാവിൽ അല്ല ജീവിതം, അല്ലെങ്കിൽ ദുനിയാവിൽ മാത്രമല്ല ജീവിതം എന്ന ഏറ്റവും പരമപ്രധാനമായ ബോധ്യം ഉണ്ടെങ്കിലാണ് സത്യത്തിൽ ഈ കുടുംബബന്ധവും അതേപോലെ ബന്ധങ്ങൾ നിലനിർത്താനുമൊക്കെയുള്ള ഗൗരവവും പ്രാധാന്യവും അവൻ്റെ ജീവിതത്തിൽ കാണുകയുള്ളൂ. നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ആളുകൾ മദീനയിലേക്ക് ഇങ്ങനെ ഓടി വരുന്നൊരു രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയിരിക്കുന്നു എന്ന വാർത്ത അവിടെ ആ നാട്ടിൽ പരക്കുമ്പോൾ ആളുകൾ ഓടി ഓടി റസൂലുള്ളാഹിനെ പരിചയപ്പെടാനും കാണാനും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ വരികയാണ്. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്ന കാര്യവും അതേപോലെ കുടുംബബന്ധം ചേർക്കുകയും രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുകയും ചെയ്യുക, എങ്കിൽ സ്വർഗം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ്. അവിടെ രാത്രി എഴുന്നേറ്റ് ജനങ്ങൾ ഉറങ്ങുമ്പോൾ നമസ്കരിക്കുക, അതേപോലെ സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കുക
എന്നൊക്കെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വിഷയമാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരാൾ മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽ യസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്നാണ്. അപ്പോൾ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് ഒരാൾ പരലോകത്തിലും അള്ളാഹുവിലും ഒക്കെ വിശ്വസിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾക്ക് ദീർഘായുസ്സ് കിട്ടണം, അയാളുടെ ഉപജീവനത്തിൽ വിശാലത കിട്ടണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കട്ടെ, കുടുംബ ബന്ധങ്ങൾ സന്ദർശിക്കട്ടെ, കുടുംബ സന്ദർശനം നടത്തട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറയാണ്, നബി എനിക്ക് ഒരുപാട് കുടുംബക്കാരുണ്ട്, ഞാൻ അവരോട് ബന്ധം ചേർക്കുമ്പോഴും അവരെന്നോട് ബന്ധം മുറിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങോട്ട് മോശമായി പെരുമാറുകയാണ്. പിന്നെ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നീ അങ്ങോട്ട് ബന്ധം ചേർക്കുമ്പോഴൊക്കെ അവർ ബന്ധം മുറിക്കുകയാണെങ്കിൽ അവർ ചൂടുള്ള വെണ്ണീർ നീ അവരെ തീറ്റിക്കുന്നത് പോലെയാണ് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സഹായം നിന്നിലുണ്ടാകും. അതായത് നമ്മളോട് ഒരാൾ കുടുംബബന്ധം ചേർക്കാൻ വരുമ്പോൾ ആ ബന്ധം തിരിച്ച് ചേർക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. അതിന് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞത് ചേർക്കാതെ ദുർന്യായങ്ങൾ പറഞ്ഞ് അകന്നു മാറുന്നുവെങ്കിൽ അത് ചുടുവെണ്ണീര് തിന്നുന്നത് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട്, ബന്ധം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ ഇവിടെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ കാണാൻ പറ്റും. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസാഇൻ്റെ 1-ാമത്തെ ആയത്തിൽ തന്നെ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് വസിയത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് പെരുന്നാളിൻ്റെ സന്തോഷത്തിൻ്റെ സുദിനമാണ്. ഇത് ബന്ധങ്ങൾ ചേർക്കുന്ന ഒരു ദിനം കൂടിയാണ്. അറ്റുപോയ ബന്ധങ്ങൾ ചേർക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമൂല്യമായ നിധിയാണ്. എന്ത് വില കൊടുത്തും എന്തു വിട്ടുവീഴ്ച ചെയ്തും കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുകയും ചേർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അടയാളം, വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം, വിശ്വാസത്തിൻ്റെ അടയാളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരെ ഉപദേശിച്ചെടുത്ത് വസിയത്ത് കൊടുത്തെടുത്ത് ചില സ്വഹാബികൾക്ക് കൊടുത്ത വസിയത്തിൽ നമുക്ക് കാണാൻ പറ്റും, കുടുംബബന്ധം നീ ചേർക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് പുതിയ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയൊക്കെ ചേർത്തു പിടിച്ച് കുടുംബ സന്ദർശനങ്ങൾ നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ കുടുംബത്തിലുള്ള പാവപ്പെട്ട ആളുകളെ നേരിട്ട് സന്ദർശിക്കുകയും കുടുംബത്തിലുള്ള രോഗികളെ സന്ദർശിക്കുകയും അങ്ങനെ മക്കളും കുടുംബങ്ങളുമായുള്ള സൗഹൃദവും ബന്ധവും അത് ഊഷ്മളമായി നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്ന, നമ്മുടെ സ്വർഗപ്രവേശനത്തിന് ഏറ്റവും മുതൽക്കൂട്ടാവുന്ന കാര്യവുമാണ്. ബന്ധങ്ങൾ മുറിക്കുന്നതും ബന്ധങ്ങൾ അറ്റുപോകുന്നതും പരലോകത്ത് നമുക്ക് വലിയ അപകടമായിരിക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിച്ച ഈ ഗൗരവമേറിയ വിഷയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന വിഷയമായി നമ്മൾ ഉൾക്കൊള്ളണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.